കാലന് ദീപം വചന ധ്യാനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായത്തിന്റെ 34-ാം വാക്യമാണ്. ഈ ധ്യാനത്തിന് ഒരു തലക്കെട്ടെന്ന നിലയിൽ നമുക്ക് നൽകാവുന്നത് വീട് അടക്കമുള്ള ആനന്ദം. ഒരു വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഒന്നിച്ച് ആനന്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം അവരെ കൊണ്ടുവരുന്ന പരാമർശങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബമാണ്. അവർ മുഴുവൻ പേരും അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ച് ദൈവനാമത്തിൽ സന്തോഷിക്കുന്നത്. കുടുംബം മുഴുവനായി സന്തോഷിക്കുക എന്ന ഒരനുഭവം വളരെ വ്യത്യസ്തവും വളരെ ലഭിക്കാൻ പ്രയാസമുള്ളതുമാണ്. നാം ഓരോരുത്തരും വളരെയധികം ആഗ്രഹിക്കുന്ന ഒന്നാണ് കുടുംബം മൊത്തമായി ഒന്ന് ആനന്ദിക്കാൻ കഴിഞ്ഞെങ്കിൽ. എന്നാൽ ഇന്ന് സങ്കടമെന്ന് പറയട്ടെ, അനേക കുടുംബങ്ങളും കുടുംബം അടക്കം ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നാം കാണുന്നത്. ഒരു കുടുംബം മുഴുവനായി സന്തോഷിക്കണമെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ തീരുമാനമെടുത്ത് സഹകരിച്ച് നിൽക്കണം. എന്നാൽ ഒരു കുടുംബം മുഴുവനായി ദുഃഖിക്കണമെങ്കിൽ ആ ഭവനത്തിലെ ഒരൊറ്റ വ്യക്തി വിചാരിച്ചാൽ, ഒരൊറ്റ വ്യക്തിയുടെ പ്രവർത്തനം കൊണ്ട് മുഴുവൻ ആൾക്കാരും സങ്കടത്തിലേക്ക് മാറുന്നതായി കാണും. ഇവിടെ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം വീടടങ്കം ആനന്ദിച്ചതിനെ കുറിച്ച് 16-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടങ്കം ആനന്ദിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആനന്ദിച്ചു. കാരാഗ്രഹ പ്രമാണിയുടെ വീടിന്റെ വിടുതലിനും ആനന്ദത്തിനും കാരണമായി തീർന്നത് പൗലോസിന്റെയും ശീലാസിന്റെയും തടവറ ജീവിതവും കാരാഗ്രഹ ജീവിതവുമാണ്. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തടവറയ്ക്ക് സമാനമായ, കാരാഗ്രഹത്തിന് സമാനമായ, കെട്ടപ്പെട്ടതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ഭാഗം ചേർത്ത് പിടിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ആ അനുഭവങ്ങൾ ചിലരുടെയൊക്കെ സന്തോഷത്തിനും ആനന്ദത്തിനുമുള്ള മുന്നോടികളായിരിക്കും. പൗലോസും ശീലാസും ഈ തടവറയിൽ അകപ്പെട്ടത് കൊണ്ട് കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം മുഴുവൻ ആനന്ദിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഏതൊരു വ്യക്തിയുടെയും, ഏതൊരു കുടുംബത്തിന്റെയും, ഏതൊരു ദേശത്തിന്റെയും ആത്മീയ വിടുതലിന് മുമ്പായിട്ട് ഒരു വലിയ ഇളക്കവും വലിയ പ്രതിസന്ധികളും വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇളകുന്ന ഒരു ആൾക്കൂട്ടത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാക്യം ഇങ്ങനെ പറയുന്നു: പുരുഷാരം അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം വലിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. അകത്തെ തടവിലാണ് അവരെ ആക്കിയത്. ഈ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തിന്റെ വിടുതലിന് മുമ്പായിട്ട് ഒരു പട്ടണം മുഴുവൻ ഇളകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇളകി വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചതിന് ശേഷം അവരെ തടവിലാക്കുകയാണ്. എന്നാൽ സാധാരണ തടവിലല്ല അവരെ ആക്കിയിരിക്കുന്നത്. 24-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 24 ഇങ്ങനെ പറയുന്നു: അവരെ അകത്തെ തടവിലാക്കി. നമ്മുടെ ജീവിതവും പലപ്പോഴും അകത്തെ തടവുകൾക്ക് സമാനമാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാണുവാൻ പ്രയാസമായ വീടിനകത്ത് തടങ്കലിലാക്കപ്പെട്ട, അടയ്ക്കപ്പെട്ട അനുഭവങ്ങളിലൂടെയാണ് നാം പലരും കടന്നു പോകുന്നത്. മറ്റാരോടും പറയുവാൻ പറ്റാത്ത അഗ്നി സമാനമായ പ്രതിസന്ധികൾ നമ്മുടെ ഭവനത്തിനകത്ത് വരുമ്പോൾ നാം വീടിനുള്ളിൽ അകത്ത് അടയ്ക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. എന്നാൽ അകത്ത് അടയ്ക്കപ്പെട്ട അവസ്ഥയിലും ഇറങ്ങി വരുവാൻ പറ്റുന്ന ദൈവശക്തി ഈ കാരാഗ്രഹത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ കൈകാലുകൾ ബന്ധിച്ച് അവരുടെ കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി അവരെ അകത്തെ തടവിലാക്കിയപ്പോൾ അവർക്ക് ആകപ്പാടെ ഉപയോഗിക്കുവാൻ സാധ്യമായി അവർക്കുണ്ടായിരുന്ന ഒരവയവം അവരുടെ നാവായിരുന്നു. അവർ നാവെടുത്തുകൊണ്ട് അത്യുച്ചത്തിൽ രാത്രി പാടുവാനും സ്തുതിക്കുവാനും തുടങ്ങി. 25-ാം വാക്യം: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്രകാരം അവർ അത്യുച്ചത്തിൽ ആരാധിക്കുകയും പാടുകയും ചെയ്തപ്പോൾ ഒരു വലിയ ഭൂകമ്പം അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഭൂകമ്പത്തിന്റെ മധ്യത്തിൽ കാരാഗ്രഹ പ്രമാണി ഉറക്കം ഉണർന്നെഴുന്നേൽക്കുന്നതായിട്ട് കാണാം. പാടി സ്തുതിച്ചപ്പോഴും ആരാധിച്ചപ്പോഴും
സ്തുതിഗീതങ്ങൾ ആലപിച്ചപ്പോഴും അതിന്റെ മധ്യേ ഉറങ്ങിക്കൊണ്ടിരുന്ന കാരാഗ്രഹ പ്രമാണി ഭൂകമ്പത്തിൽ എഴുന്നേൽക്കുന്നതായിട്ട് കാണാം. നമ്മുടെ ആത്മീയ അനുഭവങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട പലരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ ആരാധനയിലും വചനത്തിലും പാട്ടിന്റെയും മധ്യത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, സുഷുപ്താവസ്ഥയിലാണെങ്കിൽ ധൈര്യപ്പെടുക. ഈ ഉറക്കം, ആരാധനയുടെ മധ്യത്തിലുള്ള ഉറക്കം മാറ്റുവാനായി അതിന്റെ പിറകെ ഒരു ഭൂകമ്പം ഉണ്ടാകും. ഭൂകമ്പത്തിൽ കാരാഗ്രഹ പ്രമാണിക്ക് ഉറങ്ങുവാനായിട്ട് സാധിച്ചില്ല. സ്തുതിയുടെയും പാട്ടിന്റെയും മധ്യത്തിൽ സുഖമായി ഉറങ്ങിയ കാരാഗ്രഹ പ്രമാണി അടുത്ത ഭൂകമ്പത്തിൽ ചാടി എഴുന്നേൽക്കുകയാണ്. അവൻ ഭയപ്പെട്ടുകൊണ്ട് ചാടി വീഴുകയാണ് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിലേക്ക്. അപ്പോഴേക്ക് കാരാഗ്രഹത്തിന്റെ എല്ലാ വാതിലുകളും ഭൂകമ്പത്തിൽ തുറക്കപ്പെട്ടിരിക്കുന്നതും അടിത്തറ കുലുങ്ങുന്നതായിട്ടും അവൻ കണ്ടു. തുറക്കപ്പെട്ട വാതിലുകൾ കണ്ട കാരാഗ്രഹ പ്രമാണി വളരെയധികം ഭയപ്പെടുകയാണ്. തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. തടവ് പുള്ളികളായ പൗലോസും ശീലാസും ഓടി രക്ഷപ്പെട്ട് കാണുമെന്നുള്ള വ്യാജേനെ തന്നെത്താൻ കൊല്ലുവാൻ വരെ അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തുറക്കപ്പെട്ട വാതിലുകൾക്ക് മുമ്പിൽ അല്പം പോലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ സമാധാനത്തോടെ ആയിരിക്കുന്ന പൗലോസും ശീലാസും കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിച്ച ഒരു സാക്ഷ്യമായിരുന്നു. എന്തുകൊണ്ടാണ് രക്ഷപ്പെടുവാനുള്ള എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടിട്ടും പൗലോസും ശീലാസും തടവറയുടെ അനുഭവത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത്? അതിനുള്ള ഉത്തരവും അവിടെ തന്നെയുണ്ട്. വെളിച്ചം ചോദിച്ചുകൊണ്ട് ചിലർ അവരുടെ കാലിൽ വന്ന് വീഴേണ്ടതുണ്ട്. അവർ തുറക്കപ്പെട്ട വാതിലിലൂടെ ഓടിപ്പോയാൽ വെളിച്ചം ചോദിച്ചുകൊണ്ട് വരുന്നവർക്ക് വെളിച്ചം കൊടുക്കുവാൻ അവർക്ക് കഴിയാതെ വരും. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ ചില ഭയാനകമായ അനുഭവങ്ങളിൽ, വളരെ സങ്കടകരമായ അനുഭവങ്ങളിൽ, വേദനാജനകമായ അനുഭവങ്ങളിൽ ഓടി രക്ഷപ്പെടുവാനായിട്ട് നാം ശ്രമിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഈ രാവിലെ സമയത്ത് പറയുന്നു, ഓടി രക്ഷപ്പെടാതെ ആയിരിക്കുന്ന അവസ്ഥകളിൽ നാം വിശ്വാസത്തോടെ തുടരുകയാണെങ്കിൽ നമ്മളോടൊപ്പമുള്ള ചിലത് വെളിച്ചം അന്വേഷിച്ച് നമ്മുടെ കാൽക്കൽ വീഴും. 29 വാക്യത്തിൽ നമുക്ക് കാണാം, അവർ വെളിച്ചം ചോദിച്ചുകൊണ്ട് പൗലോസിന്റെ കാൽക്കൽ വീഴുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്ന് പൗലോസ് പറയുന്നു. അവർ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് വീടടങ്കം ആനന്ദിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല അവർ ചെയ്തത്. വിശ്വാസം രക്ഷയുടെ ആദ്യത്തെ പടിയാണെങ്കിൽ വിശ്വാസത്തിന് യോഗ്യമായ ചില പ്രവർത്തികളിൽ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അവർ ആ നാഴികയിൽ തന്നെ 33, 32, 34 വാക്യങ്ങൾ പറയുന്നു. ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി, അവരുടെ മുറിവുകൾ കെട്ടി, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവരെ ഭവനത്തിൽ കൈക്കൊണ്ട് അങ്ങനെ വീടടങ്കം സന്തോഷിച്ചു. വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന കാരാഗ്രഹ പ്രമാണിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ തടവറ സമാനമായ ചില അനുഭവങ്ങളിൽ ഇന്ന് നമ്മളെയും മുറിവേൽപ്പിച്ചവർ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, അവർ തന്നെ നമ്മുടെ മുറിവുകൾ കെട്ടുന്ന ഒരു ദിവസം, അവർ തന്നെ നമ്മളോട് വെളിച്ചം ചോദിച്ചുകൊണ്ട് നമ്മുടെ വീടിനെ തടവറയ്ക്ക് സമാനമാക്കുന്ന ജീവിതങ്ങൾ നമ്മളോട് വെളിച്ചം ചോദിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? നമുക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നാം തടവറ സമാനമായ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒന്ന് മാത്രം ചെയ്താൽ മതി. പൗലോസിനെയും ശീലാസിനെയും പോലെ വിശ്വാസത്തോടെ ആരാധിക്കുകയും പാടി സ്തുതിക്കുകയും ഉച്ചത്തിൽ നാം പാടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവശക്തി നമ്മുടെ തടവറ സമാനമായ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മധ്യത്തിൽ ഉറങ്ങുന്ന ചിലതിനെ ഭൂകമ്പത്തിലൂടെ എഴുന്നേൽപ്പിച്ച് വെളിച്ചം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നിന്റെ തടവറകൾ, ഇന്നത്തെ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥകൾ, കെട്ടപ്പെട്ട അവസ്ഥകൾ, രക്ഷപ്പെടുവാൻ പഴുതുണ്ടായിട്ടും നാം രക്ഷപ്പെടാതെ നിൽക്കുന്നത് നമ്മളോടൊപ്പമുള്ള ചിലർ വീടടക്കം ആനന്ദിക്കാനായിട്ടാണ്. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം തരുന്ന മുറിവുകളൊക്കെ ദൈവത്തോടൊപ്പം ആരാധനയോടും സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ ദൈവസന്നിധിയിലേക്ക് പകരുകയാണെങ്കിൽ ഇന്ന് നമ്മളെ മുറിവേൽക്കുന്നതും ഇന്ന് നമ്മളെ തടവിലാക്കിയതുമായ ചില ജീവിതങ്ങൾ നാളെ വെളിച്ചം ചോദിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ചാടി വീഴുക തന്നെ ചെയ്യും. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവർ വീടടക്കം ആനന്ദിച്ചു. നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ
മറ്റുള്ളവരുടെ ആനന്ദത്തിന് കാരണമായി തീരുവാൻ ഈ വചനങ്ങൾ ഏവരെയും സഹായിക്കട്ടെ.